വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഇനി നിങ്ങളാണ് നിങ്ങളുടെ പാർട്ട്ണറിനെ ചീറ്റ് ചെയ്യുന്നതെങ്കിലോ? അഫെയർസ് അഥവാ അവിഹിതത്തെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കുന്ന എസ്തർ പെരേൽ എഴുതിയ ദി സ്റ്റേറ്റ് ഓഫ് അഫെയർസ് എന്ന പുസ്തകമാണ് കേട്ടറിവിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാനായി പോകുന്നത്. ഒരു തരത്തിലും ഈ ബുക്ക് ഒരു സാധാരണ റിലേഷൻഷിപ്പ് ഗൈഡല്ല, മറിച്ച് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള വളരെ പ്രാക്ടിക്കലായ സൊല്യൂഷൻസാണ് ഈ ബുക്കിൻ്റെ പ്രധാന കണ്ടൻറ്റ്. നിങ്ങൾക്കിപ്പോൾ ഉള്ളതോ പണ്ടുണ്ടായിരുന്നതോ ആയ ഒരു ബന്ധത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനോ, അഫെയർ കാരണം ആകെ തകർന്നിരിക്കുന്ന ആർക്കെങ്കിലും ഒരു കൈത്താങ്ങാവാനോ, ഇനിയിപ്പോൾ പുതുതായി എന്തെങ്കിലും ഒരു അഫെയറിലേക്ക് ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിലോ ഒക്കെ ഈ പുസ്തകം തീർച്ചയായും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. സോ നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാനും വായിക്കാനും താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമായിട്ട് കൊടുത്തേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ കോമൺ അല്ലേ അവിഹിതം എന്ന് പറയുന്നത്? ഈ നിമിഷം എത്ര പേരായിരിക്കും അവരുടെ പാർട്ട്ണറിനെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്ര സാധാരണമായിട്ട് കൂടി നമ്മൾ ഇക്ലി ഡയലോഗിൻ്റെ മേമ്പൊടിയോട് കൂടിയോ അല്ലെങ്കിൽ സങ്കടമോ ദേഷ്യമോ വിദ്വേഷമോ കൂട്ടിക്കുഴച്ചല്ലാതെ അവിഹിതത്തെക്കുറിച്ച് സീരിയസ് ആയി സംസാരിക്കുന്നില്ല എന്നതാണ് വാസ്തവം. തൻ്റെ പാർട്ട്ണറിനെ ചീറ്റ് ചെയ്യുന്നവരെല്ലാവരും ദുഷ്ടരും നീചരും അല്ലെന്നാണ് എസ്തർ പറയുന്നത്. മറിച്ച് എല്ലാ അഹിതത്തിന് പിന്നിലും എന്തെങ്കിലും തക്കതായ ഒരു കാരണമുണ്ടാവും എന്നവർ തറപ്പിച്ചു പറയുന്നു. ചിലപ്പോൾ അതൊരു ഒറ്റപ്പെടലാവാം, തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നലാവാം, പറഞ്ഞാൽ നിസ്സാരമെന്ന് തോന്നുന്നത് മുതൽ കേട്ടാൽ അറയ്ക്കുന്ന കാരണങ്ങളിൽ ഏതുമാവാം. എന്നാൽ ഒരു അഫെയർ ആ റിലേഷൻഷിപ്പിൻ്റെ അവസാനമല്ല, മറിച്ച് പുതിയതും മികച്ചതുമായ ഭാവിയിലേക്കുള്ളൊരു വഴിത്തിരിവായേക്കാം എന്ന വിപ്ലവകരമായ ചിന്തയാണ് എസ്തർ പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്താൽ അത് നിങ്ങൾക്കുണ്ടാക്കാൻ പോകുന്ന മാനസിക സംഘർഷവും ദുഃഖവും ഒക്കെ വളരെ വലുത് തന്നെയാണ്. അത് നിങ്ങളുടെ സെൻസ് ഓഫ് റിയാലിറ്റിയെ തന്നെ തകർക്കാൻ പ്രാപ്തമാണ്. ഇത്രയും കാലം നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ച ആൾ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് സ്ട്രേഞ്ചറായി തോന്നും. അവരുമായി ഒന്നിച്ചുണ്ടായിരുന്ന എല്ലാ മൊമെൻറ്റ്സും വെറും നാടകമായിരുന്നു എന്ന് നിങ്ങൾ സംശയിക്കും. മുന്നോട്ടുള്ള ജീവിതം എന്തെന്നറിയാതെ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറും. ഇതിനൊക്കെ പുറമെ നിങ്ങൾ ആരെന്നുള്ള ഐഡൻറ്റിറ്റി അത് തന്നെ നഷ്ടമാവും. അഫെയർസ് കണ്ടുപിടിക്കപ്പെട്ടാലോ ആ വ്യക്തി തന്നെ സത്യം തുറന്നു പറഞ്ഞാലോ ഈ ദമ്പതികൾ ഒരുമിച്ച് കടന്നു പോകുന്ന 3 പ്രധാന പോസ്റ്റ് അഫെയർ ഫേസസ് ഉണ്ടെന്നാണ് എസ്തർ പറയുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ക്രൈസിസ് ആണ്. തൻ്റെ ചുറ്റുമുള്ള ലോകം തന്നെ ഇടിഞ്ഞു വീണു എന്ന് തോന്നുന്ന ഒരവസ്ഥ. രണ്ടാമത്തത് മീനിങ് മേക്കിംഗ്. എന്തുകൊണ്ട് തനിക്കിത് സംഭവിച്ചു, അല്ലെങ്കിൽ താൻ എങ്ങനെ ഇങ്ങനെ ഒരു അഫെയറിൽ ചെന്ന് ചാടി എന്നൊക്കെ ആലോചിച്ച് കണ്ടുപിടിക്കാനുള്ള പരിശ്രമം. മൂന്നാമത്തത് വിഷനിങ് ആണ്. തൻ്റെ ഒറിജിനൽ റിലേഷൻഷിപ്പിൽ ഇനി തുടരണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ. ഈ സമയത്തൊക്കെ ഇവർക്ക് ചുറ്റുമുള്ള ആളുകളെ കൂടെ ഡീൽ ചെയ്യണം എന്നൊരു ദുരവസ്ഥ കൂടി കണ്ടുവരാറുണ്ട്. കൂട്ടുകാരും വീട്ടുകാരും കുറ്റം പറയും, ചിലപ്പോൾ ദേഷ്യപ്പെടും. നാട്ടുകാർ അടക്കിപ്പിടിച്ച രീതിയിൽ കളിയാക്കും, മുനവെച്ച വാക്കുകൾ കൊണ്ട് കുത്തിനോവിക്കും. വഞ്ചിക്കപ്പെട്ട ആളെ സംബന്ധിച്ച് ഇതിലെ ഈ മീനിങ് മേക്കിംഗ് ആണ് ഏറ്റവും മോശമായ അവസ്ഥ. ഈ സമയത്ത് ഇവരിൽ മിക്കവരും സ്വയം പഴിക്കാൻ തുടങ്ങുന്നതായാണ് എസ്തർ കണ്ടിരിക്കുന്നത്. എവിടെയാണ് എനിക്ക് പിഴച്ചത്, ഞാൻ എന്തു ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്, അങ്ങനെ അവസാനമില്ലാതെ നീണ്ടുപോകും അവരുടെ ചിന്തകൾ. എന്നാൽ എല്ലായ്പ്പോഴും വഞ്ചിക്കപ്പെട്ട പാർട്ട്ണറിൻ്റെ കുറവ് കൊണ്ട് തന്നെ ആവണമെന്നില്ല മറ്റേയാൾ റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നത് എന്ന് എസ്തർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു അഫെയർ എന്നത് ഒരാൾ താൻ ആരായിരുന്നു എന്നതിൻ്റെ ഒരു ഭാഗം വീണ്ടെടുക്കാനുള്ളതോ അല്ലെങ്കിൽ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെയോ ഒക്കെ ഒരു ശ്രമമായിരിക്കാം എന്നവർ വാദിക്കുന്നു. തൻ്റെ പങ്കാളിയെ ചതിക്കാൻ ഒരിക്കലും ഇതൊരു ന്യായീകരണം അല്ലെങ്കിൽ പോലും വിശ്വാസവഞ്ചന കാണിക്കുന്ന പാർട്ട്ണറുടെ മനഃശാസ്ത്രത്തിലേക്കുള്ള ഒരു ക്ലൂ ആണിത്. ഇതിൽ ഏറ്റവും വലിയ തമാശയായിട്ട് എസ്തർ പറയുന്നത് ഒട്ടുമിക്ക അഫെയറുകളും കണ്ടുപിടിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അധികകാലം നിലനിൽക്കില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു സ്പാർക്കും പരസ്പരം അറിയാനുള്ള ആ ഒരു ത്വരയുമൊക്കെ പോയി ഈ സീക്രട്ട് റിലേഷൻഷിപ്പും ഇവരുടെ ഒരു റുട്ടീനായി വരുന്നതോടെ ഒട്ടുമിക്ക അവിഹിത ബന്ധങ്ങളും ത്രില്ലൊക്കെ കെട്ടടങ്ങി താനെ അങ്ങ് തീർന്നു പോകും അത്രേ. ഇന്നത്തെ കാലത്ത് അവിഹിത ബന്ധങ്ങൾ കൂടുന്നു എന്ന് പറയുന്നവരോട് എസ്തർ പറയുന്നത് പണ്ടത്തെ കാലത്ത് വിവാഹം സ്നേഹത്തിന് വേണ്ടിയുള്ളൊരു കരാർ ആയിരുന്നില്ല എന്നതാണ്. കുടുംബസ്വത്ത് നിലനിർത്താനും തങ്ങളുടെ വംശങ്ങളുടെ അനന്തരാവകാശികൾക്ക് വേണ്ടിയും നാട്ടു നടപ്പും ഒക്കെ ആയിരുന്നു പ്രധാനമായും കല്യാണം കൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ആ കാലത്ത് ദമ്പതികളായവർ തമ്മിൽ സ്നേഹം ഉണ്ടാവുക എന്നത് ഒരു പ്ലസൻറ്റ് സർപ്രൈസ് ആയിട്ടുള്ള ബോണസ് ആയിരുന്നു. പ്രണയം എന്നത് അന്നത്തെ കാലത്ത് ധീരമായ വിപ്ലവങ്ങളായിരുന്നു. പ്രണയ സാക്ഷാത്കാരം എന്നത് അത്യപൂർവവുമായിരുന്നു. ശരിക്കും സ്ട്രോങ് ആയ പ്രണയങ്ങൾ മാത്രമേ അന്നൊക്കെ കല്യാണത്തിൽ എത്തിയിരുന്നുള്ളൂ എന്നതാണ് വസ്തുത. കാലം മാറി, നമ്മൾ ബൗദ്ധികമായി ഒരുപാട് മുന്നേറി, നിലനിൽപ്പിന് വേണ്ടിയും കല്യാണം കഴിക്കേണ്ട ഗതികേട് ഇല്ലാണ്ടായി. ഇന്ന് ദാമ്പത്യത്തിലെ സ്നേഹം എന്നത് ബോണസല്ല, ബെയർ മിനിമം റിക്വയർമെൻ്റ് ആണ്. പോരാത്തതിന് തൻ്റെ പാർട്ട്ണർ സിനിമകളിലെ പോലെ റൊമാൻറ്റിക്കും പോൺ ഫിലിംസിലെ പോലെ മെയ്വഴക്കമുള്ള അഭ്യാസിയും തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പേഴ്സണൽ ഫോട്ടോഗ്രാഫറും മോട്ടിവേറ്ററും ബിസിനസ് പാർട്ട്ണറും എന്തിന് തൻ്റെ സോഷ്യൽ മീഡിയയിൽ കൊളാബ് അടിച്ച് കണ്ടന്റ് ഇടാനുള്ള ക്രിയേറ്റർ വരെ ആവണമെന്ന കിനാവോടെയാണ് ഇന്ന് മിക്കവരും റിലേഷൻഷിപ്പ് തുടങ്ങുന്നത്.
ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ തൻ്റെ പങ്കാളി പിന്നോട്ടാണെങ്കിൽ തന്നെ മിക്ക ആളുകളും നിരാശരാകും. വെറും നിരാശയല്ല, കടുത്ത വിഷാദ രോഗം തന്നെ സംഭവിക്കുന്ന കേസുകളുണ്ടെന്നാണ് എസ്തർ പറയുന്നത്. തൻ്റെ നല്ല ഫോട്ടോകൾ എടുക്കാൻ അറിയാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത പാർട്ട്ണറുള്ള ഒരാൾ നല്ലൊരു ഫോട്ടോഗ്രാഫറുമായി ഫ്രണ്ട്ഷിപ്പിലായാൽ അത് ചീറ്റിംഗായി കൂട്ടുമോ? അല്ലെങ്കിൽ തന്നെ എന്താണ് ഇന്നത്തെ കാലത്ത് ചീറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ? പാർട്ട്ണർ അറിയാതെ ഒളിച്ചും പാത്തും പോൺ ഫിലിംസ് കാണുന്നതാണോ? വേറെ ഒരാളോട് തൻ്റെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നതാണോ? രഹസ്യമായി ഡേറ്റിന് പോകുന്നതാണോ? അതോ മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണോ? പൊതുവെ മറ്റൊരാളോട് മനസ്സുകൊണ്ട് തോന്നുന്ന പ്രണയമോ ശരീരം കൊണ്ട് തോന്നുന്ന കാമമോ ആണ് വിശ്വാസവഞ്ചന എന്ന് വേർതിരിച്ച് കണ്ടിരുന്ന കാലമൊക്കെ എന്നേ മാറി. ഇന്ന് ഓരോരുത്തർക്കും അവരവരുടെ ശരികളാണ് ഉള്ളത്. ആരോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും പ്രണയം തന്നോട് മാത്രമായിരിക്കണം എന്ന് ശഠിക്കുന്ന ദമ്പതികൾ വരെ ഇന്നുണ്ട് എന്ന് എസ്തർ പറയുന്നു. ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ എന്താണ് നിങ്ങളുടെ ചീറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പരസ്പരം സംസാരിച്ച് ഇതൊക്കെ ക്ലാരിറ്റി വരുത്തുക. ഇനി ഇതൊക്കെ ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറിനോ അഫെയർ ഉണ്ടായേക്കാം. ഒരു അഫെയറിന് ശേഷം തങ്ങളുടെ ബന്ധം വീണ്ടും ശരിയാക്കാൻ ശ്രമിക്കുന്ന 3 തരം ജോഡികളെക്കുറിച്ച് എസ്തർ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സഫറേഴ്സാണ്. ഇവർ പിരിയാതെ കൂടെ തന്നെ നിൽക്കും, പക്ഷേ വിശ്വാസവഞ്ചനയുടെ വേദനയുണ്ടല്ലോ അത് പിന്നീടുള്ള കാലം മൊത്തം വീണ്ടും വീണ്ടും അവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഇവരാണ് മെജോറിറ്റി. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരാണ് ബിൽഡേഴ്സ്. ഇവർ ഒരുമിച്ച് നിന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് എല്ലാം പഴയപടി ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ ഇതിൽ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതാണ് എക്സ്പ്ലോറേഴ്സ്. ഇവരെന്ന് പറയുന്നതാണ് ഇവർ ഏറ്റവും മൈനോറിറ്റി ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. കാരണം ഇവർ ഒരുമിച്ച് നിൽക്കും, പക്ഷേ ഇവർ അതുവരെയുള്ള തങ്ങളുടെ ജീവിതത്തെ കംപ്ലീറ്റ് പൊളിച്ചു മാറ്റി പുതിയ ഒരെണ്ണം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് പരിശ്രമിക്കും. മുന്നോട്ടുള്ള ജീവിതത്തിൽ അല്പമെങ്കിലും സമാധാനം കിട്ടുന്നത് ഈ എക്സ്പ്ലോറേഴ്സിന് മാത്രമാണെന്നാണ് എസ്തർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറി ആണെങ്കിലും ഇതൊന്നും അത്ര എളുപ്പമോ സുഖമോ ഉള്ള കാര്യങ്ങളല്ല. ചില സമയങ്ങളിൽ ഏറ്റവും നല്ലതും ശരിയുമായ തീരുമാനം ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന് എസ്തർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബ്രേക്കപ്പ് എന്നത് ഒരിക്കലും ഒരു പരാജയമല്ല എന്ന് തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ ബുക്ക് വളരെ ഉപയോഗപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി കേട്ടറിവ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.